ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ ഫെസ്റ്റ് ഇന്നാണ്. അപ്പോൾ ഞാൻ ഓർത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി കോളേജിലാണ്. അപ്പം രാവിലെ വന്നപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രജിസ്ട്രേഷൻ കൗണ്ടറിലായിരുന്നു ഞാൻ. കാരണം എന്ന് വെച്ചാൽ ബിസിനസ് ക്വിസിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വഴിയ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ആസ്പിറോ സെപ്റ്റംബർ 18 നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് എന്നാന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ പറഞ്ഞത്, സെപ്റ്റംബർ 18 നടന്നൊരു ഫെസ്റ്റാണ്. അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ വന്നിട്ടാണെങ്കിൽ ഒരു 8:45 9 മണിയായപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാനും ജിസയും കൂടാണ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്നത്. അതായത് ഞങ്ങൾ ബിസിനസ് ക്വിസിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു 10 മണി 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഓരോ ഇവൻറ്റും ഓരോ ക്ലാസ്സിൽ വെച്ചും പിന്നെ അതുപോലെ തന്നെ മെയിൻ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചാണ്. കാരണം നമുക്ക് തീമാറ്റിക് ഡാൻസ്, അതുപോലെ തന്നെ സാധാ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബെസ്റ്റ് മാനേജറിൻ്റെ ഫൈനൽ ആയിട്ടുള്ള റൗണ്ടെല്ലാം നമ്മുടെ ഈ മെയിൻ സ്റ്റേജ് വെച്ച് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ബിസിനസ് ക്വിസ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഡയറക്റ്റ് മെയിൻ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫാഷൻ ഷോ നടക്കുകയാണ്. അപ്പോൾ അവർ പ്ലേ ആക്കിയിട്ടുള്ള സോങ് എനിക്ക് ഇവിടെ ആഡാക്കാൻ പറ്റത്തില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ഞാനൊരു വേറൊരു മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മാക്സിമം എല്ലാം എടുത്തു വെക്കാനാണ് നോക്കിയത്. കാരണം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഓരോ മത്സരങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ മത്സരങ്ങളെന്ന് പറയുന്നത് കോളേജ് ലെവൽ, അതുപോലെ തന്നെ സ്കൂൾ ലെവലുകളിലെല്ലാം ഉണ്ട്. അതായത് സ്കൂൾ ലെവലാണെങ്കിൽ ഫുട്ബോൾ, പിന്നെ ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ കോളേജ് ലെവലാകുമ്പോഴത്തേക്കാണ് ബെസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തീമാറ്റിക് ഡാൻസ് അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ കോളേജ് ലെവലിലേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ BGMI, അതുപോലെ ഫാഷൻ ഷോ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ 700-ലധികം സ്റ്റുഡൻസ് നമ്മളുടെ കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 4ാമത്തെ എഡിഷനാണ് ഇവിടെ നമുക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ആസ്പിറോയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണമല്ലോ. പറഞ്ഞ ദേവി ഒരു ഹായ് പറയൂ. അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 5:15 5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് കൾച്ചറൽ ഈവൻറ്റ്സ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡാൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കവിടെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വേറൊരു മ്യൂസിക്കാണ് ആഡാക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള സോങ് ആണ് ഇതിൽ ആഡാക്കുന്നത്.
അതായത് കൾച്ചറൽ ഈവൻറ്റ്സ് അല്ല, നമുക്കാണെങ്കിൽ മ്യൂസിക് ബാൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എൻഡ് ആയിട്ടുണ്ടായിരുന്നേ. അതായത് ഏകദേശം ഒരു 8:15 8:30 ആയപ്പോഴാണ് തീർന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തേക്കണേ.